പിതാവിന്റെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ, അനുഗ്രഹീതമായ ഈ സന്ധ്യയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിന്റെ മക്കളായി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ പല സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇപ്രകാരം ഒരുമിച്ച് കൂടി വരുവാൻ അങ്ങ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് നിന്റെ കരങ്ങളിൽ ഞങ്ങളെ സൂക്ഷിച്ചതിനായി, പരിപാലിച്ചതിനായിട്ട് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ നോമ്പ് നാളുകളിൽ ആയിരിക്കാനായിട്ട് അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നല്ലോ കർത്താവെ. ഞങ്ങളുടെ വിശ്വാസ ജീവിതം, ആത്മീയ ജീവിതം വചനപ്രകാരം പുനഃക്രമീകരിക്കാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. ഞങ്ങളെ അവിടുന്ന് ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മീയമായ ഉത്തരവാദിത്വത്തോടുകൂടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും പേരുപേരായിട്ട് അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെയും അവരുടെ ഭാരങ്ങളെയും എല്ലാം ഏൽപ്പിക്കുന്നു കർത്താവെ. ഈ നോമ്പ് നാളുകൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ ശക്തീകരണത്തിനൊക്കെ മുഖാന്തരമാകണമേ കർത്താവെ. ഞങ്ങളിലെ രോഗികൾ സൗഖ്യപ്പെടുവാനും പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ ആശ്വാസവും വിടുതലും അനുഭവിപ്പാനും ഇടയാക്കണമേ. ഇന്നത്തെ കൂടിവരവിനെ പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അങ്ങയുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പാട്ട് പാടുന്നവരെയും സങ്കീർത്തനം വായിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും എല്ലാം ഓർക്കുന്നു കർത്താവെ. യാതൊരു വിധമായ സാങ്കേതിക ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും കൂടാതെ ഇന്നത്തെ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുവാൻ, അത് തിരുനാമത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ ഇടയാക്കണമേ. ഞങ്ങള് ഓരോരുത്തരെയും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ ജീവിത ചുറ്റുപാടുകളിൽ, കുടുംബ പശ്ചാത്തലങ്ങളിൽ അവിടുത്തെ സന്നിധിയിൽ വിനയമായിട്ട് സമർപ്പിക്കുന്നു കർത്താവിന്റെ കൃപയിൽ തുടർന്നും ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യയിൽ നിങ്ങളെല്ലാവരെയും ഈ നോമ്പുമായി ബന്ധപ്പെട്ടുള്ള ഓൺലൈൻ പ്രാർത്ഥനയിലേക്ക്, ബുധനാഴ്ച പ്രാർത്ഥനയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. നോമ്പ് കാലത്ത് നടന്നു വരുന്ന ബുധനാഴ്ച പ്രാർത്ഥനകളിലെ രണ്ടാമത്തെ പ്രാർത്ഥനയാണല്ലോ ഇന്ന്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയിലെ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ ലേറ്റി ഫെലോഷിപ്പിലെ അംഗങ്ങളാണ്. അതിന് നേതൃത്വം നൽകുന്നവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാട്ട് പാടുന്നത് നമ്മുടെ ബാബു തുണ്ടിയിലങ്ങളാണ്. അങ്ങളെ രണ്ട് പാട്ട് ആദ്യമേ പാടും. അതിനുശേഷം സൂസൻ ജേക്കബ് ആൻറ്റി സങ്കീർത്തനം വായിക്കും. അച്ഛാ കേക്കാവല്ലോ? കേക്കാം. യെസ് അച്ഛാ, പാട്ട് പാടാൻ തുടങ്ങാമല്ലോ അച്ഛാ? തുടങ്ങാം. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യോഗ്യവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഇമ്പമുള്ള ജീവിതവും ഏറെ മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലടിയൻ. വഴിയോ നീണ്ട നടയോ കുറുകു
പാരം കളഞ്ഞോടുന്നതോ പാരിതിലും ഭാഗ്യങ്ങളോ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അന്ധകാരം ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാം എനിക്കാശീർവാദം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഏതു ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനമെന്നിൽ നാഥ. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അഗ്നിമേഘത്തൂണുകളാൽ അടിയനെ എന്നും നടത്തി അനുദിനം കൂടെയിരുന്നു അപ്പനെ കടാക്ഷിക്കുക. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. രണ്ടാമത്തെ പാട്ട്. हे पिता तेरी आराधना हो, तेरी आराधना हो. हे पिता तेरी आराधना हो, तेरी आराधना हो. तूने जग को बनाया तेरी महिमा हो. तूने जग को बनाया तेरी महिमा हो. तेरी महिमा हो, तेरी महिमा हो, तेरी महिमा हो, तेरी महिमा हो. हे क्रिस्त तेरी आराधना हो, तेरी आराधना हो. हे क्रिस्त तेरी आराधना हो, तेरी आराधना हो. तूने जग को मुक्ति दिया तेरी महिमा हो. तूने जग को मुक्ति दिया तेरी महिमा हो, तेरी महिमा हो, तेरी महिमा हो, तेरी महिमा हो. हे आत्मा तेरी आराधना हो, तेरी आराधना हो. हे आत्मा तेरी आराधना हो, तेरी आराधना हो. तूने जग को पवित्र किया तेरी महिमा हो. तूने जग को पवित्र किया तेरी महिमा हो, 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 तेरी महिमा हो. കഴിഞ്ഞ താങ്ക് യു ബാബുങ്ങളെ. ഇപ്പോൾ സൂസൻ ആൻറ്റി
സങ്കീർത്തനം വായിക്കും. 6-ാമത്തെ സങ്കീർത്തനം, Psalm 6. The reading for today is Psalms 6. O Lord, do not rebuke me in your anger or discipline me in your wrath. Be merciful to me, Lord, for I am faint. O Lord, heal me, for my bones are in agony. My soul is in anguish. How long, O Lord, how long? Turn, O Lord, and deliver me. Save me because of your unfailing love. No one remembers you when he is dead. Who praises you from the grave? I am worn out from groaning. All night long I flood my bed with weeping and drench my couch with tears. My eyes grow weak with sorrow. They fail because of all my foes. Away from me, all you who do evil. For the Lord has heard my weeping. The Lord has heard my cry for mercy. The Lord accepts my prayer. All my enemies will be ashamed and dismayed. They will turn back in sudden disgrace. Praise be to God. താങ്ക് യു സൂസൻ ആൻറ്റി. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഈ നോമ്പ് നാളുകള് അനുതാപത്തിന്റെയും ആത്മാതപനത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും ഒക്കെ ഒരു സമയമാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെയും ബലഹീനതകളെയും ഒക്കെ നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മള് പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ചെയ്യാതെ വിട്ടു, ചെയ്യരുതാത്ത കാര്യങ്ങൾ പലതും ചെയ്തു. നമ്മളുടെ വാക്കുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഓർക്കാം. ദൈവത്തിന്റെ കൃപയ്ക്കായി കരുണയ്ക്കായിട്ട് നമുക്ക് യാചിക്കാം. 51-ാം സങ്കീർത്തനത്തിലെ ഏതാനും ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്ത് നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെ ഒക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. നമുക്ക് ദാവീദിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങളെയും നമ്മുടെ പാപങ്ങളെയും നമ്മുടെ കുറവുകളെയും ഏറ്റുപറയാം. അതിൽ നിന്നൊക്കെ നമ്മളെ വിടുവിക്കണമേ, നമ്മെ ശുദ്ധീകരിക്കണമേ. രക്ഷയുടെ സന്തോഷം, വീണ്ടെടുപ്പ് അനുഭവിപ്പാൻ നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ, നമ്മുടെ ജീവിത ചുറ്റുപാടുകളെല്ലാം നമുക്ക് ഏൽപ്പിക്കാം.
നമ്മുടെ കുടുംബങ്ങൾക്കായി, മാതാപിതാക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് രോഗാവസ്ഥയിലും ക്ഷീണാവസ്ഥയിലും ബലഹീനതയിലുമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ രോഗക്കിടക്കൊക്കെയും ദൈവം മാറ്റിവിരിക്കണമേ. അവരുടെ ശാരീരികമായ ബലഹീനതകളിൽ ദൈവം താങ്ങായിരിക്കണമേ, തുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പല ചികിത്സകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ രോഗചികിത്സകളൊക്കെ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് നയിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പലയിടങ്ങളിലായിരിക്കുന്ന അവരെ കുടുംബങ്ങളായി ദൈവം കാക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലിയിലേക്ക് പ്രവേശിക്കുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, വിവാഹപ്രായമെത്തിയവർ, അങ്ങനെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം അവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ക്യാൻസർ പോലെയുള്ള രോഗബാധിതരായി അതിന്റെ ചികിത്സയിലായിരിക്കുന്നവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമ്മുടെ യുവ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മയെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ വഴിയിൽ ജീവിപ്പാൻ അവരെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സില്, 11ാം ക്ലാസ്സില്, 12ാം ക്ലാസ്സില് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള, സിംഗിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കണമേ, അവരെ മുൻപോട്ട് നടത്തണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾ, നമ്മുടെ അനേക പ്രിയപ്പെട്ടവരൊക്കെ അവിടെയുണ്ട്. യുദ്ധമൊക്കെ വളരെ വേഗം അവസാനിക്കുവാനും ലോകം വീണ്ടും സമാധാനത്തിലേക്ക് മടങ്ങിയെത്തുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണാധികാരികൾക്ക് വേണ്ടി, ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കും. ക്രൈസ്തവ സഭകളെ എല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നോമ്പ് നാളുകളിലൂടെ നമ്മൾ സഭയായിട്ട് കടന്നു പോകുമ്പോൾ അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ശക്തീകരണത്തിന്, പുതുക്കത്തിന് മുഖാന്തരമാകണമെന്ന് പ്രാർത്ഥിക്കും. കേവലം മറ്റൊരു വാർഷിക അനുഷ്ഠാനമായി തീരാതെ, ആചാരമായി തീരാതെ, വാസ്തവമായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് അനുഗ്രഹവും നന്മയുമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രത്യേകമായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും അവരുടെ ആവശ്യങ്ങളെയും എല്ലാം നമുക്ക് ഓർക്കാം. ഹൈദരാബാദ് മലയാളം CSI സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് പ്രത്യേകം ഓർക്കാം. വിശേഷിച്ച് അടുത്ത ആഴ്ച സ്ത്രീജന സഖ്യ ഞായറാഴ്ചയായിട്ട് ആചരിക്കുന്നല്ലോ. ശുശ്രൂഷകളൊക്കെ അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ കൂടിവരവിന്റെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ, മറ്റ് പൊതുവായ സമൂഹത്തിന്റെ, സഭയുടെ ആവശ്യങ്ങൾ, സമൂഹത്തിന്റെ ആവശ്യങ്ങളെല്ലാം വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വർഗീസ് ജേക്കബ് ജിജി പ്രാർത്ഥിക്കും. Praise the Lord. Praise you, good Lord. Thank you as we assemble from our dwelling places
into your holy presence for this Wednesday evening Lent prayer. Father Lord, we profoundly blessed by the abundant gifts and blessings you have showered upon us. As we bow our heads in worship, we plead for global peace and justice, and end to unjust wars and protection for the innocent civilians everywhere. We lift up those suffering, comfort the persecuted, the impoverished, and those in conflict, especially in regions like India. We seek spiritual renewal. Grant us a clean heart, O God, and the grace to turn from sin to a true repentance. Instill in us the discipline of Lent. Help us fast from fear, selfishness, and complaints, fixing our eyes on trust in you, Lord. Transform our hearts to be generous and eager to serve those who need. Grant us divine guidance, wisdom to make decisions aligned with the perfect will. Praise the Lord. Father, we pray for the children writing their exams. Grant them clarity of mind, steady hands, and your peace that suppresses understanding. Father, we pray especially for our beloved Achan, Reverend Joseph Samuel, Mr. Kochama, and the children. Bless their well-being and future. We uphold our church members, missionaries, and the families. Seek your guidance and care for them all. We intercede our neighbors near and around our church. Bless their well-being. Open their eyes to know and seek you, Lord. Father, Lord, we lay these requests at your feet as you promised in Matthew 22. We love you with all our heart, soul, and mind. Hear our praise. Thank you for hearing us. In the name of Lord Jesus Christ. Amen. Thank you, Gigi, for the prayer. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യയില് നിങ്ങളെല്ലാവരെയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നോമ്പ് ബുധനാഴ്ച പ്രാർത്ഥനകളിലെ രണ്ടാമത്തെ കൂട്ടായ്മയാണ് ഇന്ന്. ഇത്രയും പേര് ഇതിൽ പങ്കെടുത്തതിലുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും നിങ്ങളെല്ലാവരെയും അറിയിക്കും. നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുത്തുവാൻ കഴിയുന്ന മാറ്റങ്ങളെ കുറിച്ച്, നമ്മുടെ പെർസ്പെക്റ്റീവുകളിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡുകളിൽ, നമ്മുടെ ആക്ഷൻസിൽ വരുത്താൻ കഴിയുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് നമ്മളുടെ പ്രിയപ്പെട്ടവരോടുള്ള നമ്മുടെ സമീപനങ്ങളെ കുറിച്ച്. ഇന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത്. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 1-4. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുൻപിൽ കാഹളമൂതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടംകൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നോമ്പ് നമ്മള് വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അകൽച്ചകളും ഇടർച്ചകളും തളർച്ചകളും ഒക്കെ തിരുത്താനും ശക്തിപ്പെടുത്താനും ഒക്കെ ഉള്ള സമയം.
അതോടൊപ്പം തന്നെ Lent is a time for the church to involve and engage in the acts of righteousness. അതാണ് സുവിശേഷം അങ്ങനെയാ പറയുന്നത്, നീതിയുടെ പ്രവർത്തികൾ. അപ്പൊ നീതി പ്രവർത്തികൾ ചെയ്യാനുള്ള സമയമാണ് നോമ്പ്. അതെങ്ങനെ ചെയ്യണം എന്ന് കർത്താവ് പറയുന്നു. ഒരിക്കൽ കൂടെ പണ്ട് ആദ്യ സമയത്ത് നമ്മൾ പ്രസംഗിച്ചപ്പോൾ ഞാനത് ചിന്തിച്ചപ്പോൾ, നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചപ്പോൾ പറഞ്ഞതാണ്, നമ്മുടെ പ്രാർത്ഥനകള് പരസ്യ പ്രാർത്ഥന, പ്രൊപ്പഗൻഡ പ്രയർ, പോപ്പുലാരിറ്റി പ്രയർ അങ്ങനൊന്നും ആകാൻ പാടില്ല. ഇവിടെ സമാനമായ ഒരു ചിന്തയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ, നന്മകൾ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ആത്മീയമായ അച്ചടക്കത്തെ കുറിച്ച്, സ്പിരിച്വൽ ഡിസിപ്ലിനെ കുറിച്ച് യേശു കർത്താവ് പറയും. അതായത് നമ്മൾ ചില നന്മകൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ചുറ്റുപാടുകളോട് അറിയിക്കേണ്ട കാര്യം. Let us do it secretly. The secret actions of justice. രഹസ്യത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന നീതിയുടെ പ്രവൃത്തികൾ. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ലോകത്തെ അറിയിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാലമാണ്. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് മുടക്കുന്നതിനേക്കാൾ കൂടുതൽ മുടക്കുന്നവരാണ്. ഒരു പാലം പണിഞ്ഞിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് പാലത്തിന് മുടക്കിയ പണത്തെക്കാൾ കൂടുതൽ അതിന്റെ പ്രചരണത്തിന് വേണ്ടി മുടക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത്. വീട് വെച്ചു കൊടുത്തിട്ട് അത് ആളുകളെ എല്ലാം വിളിച്ചു കൂട്ടി പരസ്യമായി അതിന്റെ താക്കോൽദാനം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ. See, certain things that we do for the glory of God, we have to do it secretly. അതിന് രണ്ട് ഓപ്ഷനാ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കാനാണെങ്കിൽ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനാണെങ്കിൽ, ഡോണ്ട് ഡു ഇറ്റ് ഇൻ പബ്ലിക്. മറ്റുള്ളവരെ അറിയിച്ചും. ഇവിടെ പറയുന്നത്, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുൻപിൽ കാഹളം ഊതിക്കരുത്. പണ്ടൊക്കെ യെരുശലേം ദേവാലയത്തില് ഉത്സവം നടക്കുന്ന സമയത്ത്, പണക്കാർ വരുന്ന സമയത്ത് ഇങ്ങനെ കാഹളം മുമ്പിൽ ഊതിക്കൊണ്ടു പോകുമ്പോൾ പാവപ്പെട്ട ഭിക്ഷക്കാരിങ്ങനെ, അപ്പൊ അറിയാം ഒരാൾ ഭിക്ഷ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കാഹളം ഊതുന്നത് കേട്ട് ആളുകൾ ഓടി വരും. അത് വാങ്ങിക്കുന്നവരും വരും, ഇവർ കൊടുക്കുന്നത് എന്താണെന്ന് കാണാൻ വരുന്നവരുമുണ്ട്. അതൊരു ഗിവിംഗ് വാസ് ഓൾസോ എ സെലിബ്രേഷൻ. ആംസ് ഗിവിംഗ് വാസ് ഓൾസോ എ സെലിബ്രേഷൻ. അതവരുടെ സാമൂഹികമായ സ്ഥാനത്തെ കാണിക്കുന്നതിനും ഉയർച്ചയെ കാണിക്കുന്നതിനും അവരുടെ അനുകമ്പയെ കാണിക്കുന്നതിനും, in that way they were trying to capitalize popularity for themselves. ഇന്ന് പല ആത്മീയ, സാമൂഹിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും. We give for fame, അല്ലെ? ഫെമിലിയാരിറ്റിക്ക് വേണ്ടിയിട്ട്, ഫെയിമിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടം കൈ അറിയരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ചു പോലും കൊടുക്കരുതെന്നാണ്. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി? ഇടം കൈയും വലം കൈയും കൂടെ കൂട്ടിപ്പിടിച്ചു പോലും കൊടുക്കരുത് എന്ന് വെച്ചാൽ അതുകൂട്ട് രഹസ്യത്തിലായിരിക്കണം കൊടുക്കുന്നത്. സീക്രട്ട് ആയിട്ട് കൊടുക്കും. മറ്റാരെയും അറിയിച്ചുകൊണ്ട് കൊടുക്കരുത്. നമ്മുടെ ശരീരത്തിന്റെ രണ്ട് ഇടം കൈയും വലം കൈയും ഇറ്റ്സ് പാർട്ട് ഓഫ് എ സിംഗിൾ സിസ്റ്റം. യേശു കർത്താവ് പറയുന്നത്, ഈവൻ ആ ഒരു സിംഗിൾ സിസ്റ്റം പോലും അറിയാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി എ സിസ്റ്റമിക് ഗിവിംഗ്. അങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന് ചേർത്ത് വെച്ച് കൊടുക്കുന്ന പരിപാടിയാകാൻ പാടില്ല. നമ്മൾ ഈ പള്ളിയിലൊക്കെ ആളുകളെ ഓണർ ചെയ്യുമ്പോഴും ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും മൊമെന്റോ കൊടുക്കുമ്പോഴും ഒക്കെ നമ്മൾ രണ്ട് കൈയും കൂടെ ചേർത്ത്, അതൊരു വി തിങ്ക് ഇറ്റ് ആസ് എൻ ഓണർ.
റെസ്പെക്ട്. ഒരു കൈ കൊണ്ട് കൊടുത്താൽ അതൊരു ഓണർ ആവത്തില്ല, അല്ലെ? നമ്മളൊരു കാര്യം കൊടുക്കുമ്പോൾ, ദക്ഷിണ കൊടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, കല്യാണ സമയത്ത് 2 കൈ വെച്ച് കൊടുക്കും, അല്ലെ? 2 കൈ വെച്ച് സ്വീകരിക്കും. ദക്ഷിണ വാങ്ങിക്കുന്നവരും 2 കൈ വെച്ചാൽ. 2 കൈ എന്നൊക്കെ പറയുന്നത് അതിനകത്തൊരു ഘടനയുണ്ട്, ഒരു സിസ്റ്റം. എന്നാൽ ഇവിടെ ഭിക്ഷ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒരു ഉപകാരം ചെയ്യുമ്പോൾ, അവിടെ ഭിക്ഷ കൊടുക്കൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ആക്ട് ഓഫ് ജസ്റ്റിസ്, ആക്ട് ഓഫ് റൈച്ചസ്നെസ്. നീതി, നിങ്ങളുടെ നീതി അവരുടെ മുൻപിൽ ചെയ്യുക, നീതിയുടെ കർമ്മങ്ങൾ. ഞാൻ ഒരാൾക്ക് ഇച്ചിരി കൊടുക്കുന്നത് എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ്. ഔട്ട് ഓഫ് മൈ കോൺഷ്യസ്നെസ് ഓഫ് ജസ്റ്റിസ് ഐ ഗീവ്. ഒരു നീതിബോധം ഉള്ളത് കൊണ്ടാണ്. എനിക്ക് ആവശ്യത്തിലിരിക്കുന്ന ഒരാളെ കൂടി സഹായിക്കാനുള്ള നന്മ കൂടെ എനിക്കുള്ളത് കൊണ്ട് ഐ ഡു ഇറ്റ്. ഇറ്റ് ഈസ് നോട്ട് ചാരിറ്റി, ഇറ്റ് ഈസ് നോട്ട് സിമ്പതി. അനുകമ്പയോ എന്താണ്, ഒരു 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 ദൈന്യതയൊന്നും അല്ല നമ്മൾ നൽകുന്നതിന്. അതൊരു നീതിയാണ്, നീതി. കാരണം നമ്മൾ നൽകുന്ന ഒരാൾക്ക് ഒരു നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. എന്നെയും നിങ്ങളെയും പോലെ അന്തസ്സായ ആത്മാഭിമാനത്തോടുകൂടെ ജീവിക്കാൻ പല കാരണങ്ങൾ കൊണ്ടോ അവന് കഴിയുന്നില്ല. ഒന്നുമില്ലെങ്കിൽ അവന് ശാരീരികമായി സുഖമുണ്ടാവില്ല, സാമൂഹികമായ പരിമിതി ഉണ്ടാകും. ഏതെങ്കിലുമൊക്കെ തരത്തിൽ അത്തരത്തിലുള്ള ജീവിത അവസ്ഥകളിൽ നിന്ന് അവൻ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. സോ ജസ്റ്റിസ് ഇസ് ഡിനൈഡ്. ആൻഡ് വെൻ ഐ ഗിവ്, സോ മൈ ആക്ഷൻ ഈസ് an action that restore justice for him. അവന് നിഷേധിക്കപ്പെട്ട നീതി തിരികെ നൽകാനായി, നീതിയുടെ അവസ്ഥയിലേക്ക് തിരികെ എത്തിക്കാനായിട്ടുള്ള ഒരു കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അവർ സോളിഡാരിറ്റി, നമ്മളുടെ ഒരു ഐക്യദാർഢ്യമാണ്. ഞാനും അവനോട് കൂടെ ഏകീഭവിക്കുകയാണ്. അതുകൊണ്ട് ഈ നോമ്പ് നാളുകൾ നമ്മളുടെ കർമ്മങ്ങളൊക്കെ രഹസ്യമായ കർമ്മങ്ങൾ ചെയ്യാനുള്ള, ഇറ്റ് ഈസ് നോട്ട് good to be publicly good. We need to turn away from being good in public. We need to be intrinsically, secretly good in our lives. നമ്മളൊക്കെ രഹസ്യമായി, സ്വകാര്യമായി നല്ലവരാകാൻ, നന്മയുള്ളവരാകാൻ, നീതിയുള്ളവരാകാനുള്ള ഒരു സമയമാണ് നോമ്പ് നാൾ. പരസ്യമായി പ്രകടിപ്പിക്കുന്ന, മറ്റുള്ളവരെ ബോധ്യപ്പെടത്തക്ക രീതിയിൽ നല്ലവരായി ജീവിക്കാനല്ല, നല്ലവരാകാനല്ല, പിന്നെയോ രഹസ്യമായി, സ്വകാര്യമായി നല്ലവരാകാനുള്ള ഒരു വിളിയാണ് നോമ്പ് നാളുകൾ നമുക്ക് നൽകുന്നത്. നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാം പരസ്യമായി നല്ലവരാകുന്നതിന് വേണ്ടി, അല്ലെ? അങ്ങനെ ഒരുപാട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഡോണ്ട് ഇമിറ്റേറ്റ് ദം. ലെറ്റ് us be together, secretly good. രഹസ്യമായി നല്ലവരാകാൻ നമ്മുടെ കർമ്മങ്ങളിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, മറ്റുള്ളവരോടുള്ള നമ്മുടെ കരുതലിലൂടെ നമ്മൾ സ്വകാര്യമായി നല്ലവരാകാനായിട്ട് നമുക്ക് ഇടയാകണം. അതിനാണ് ദൈവം, കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ നന്മയുടെ, നീതിയുടെ പ്രവൃത്തികൾ അത് രഹസ്യമാണ്. Unless and until we are not good in secret, we cannot be blessed. നമ്മൾ പരസ്യമായി മറ്റുള്ളവർ നമ്മളെ അംഗീകരിച്ചു കഴിയുമ്പോൾ, you will not get human applause and divine blessings. ഒരേ സമയം മനുഷ്യരുടെ അംഗീകാരവും ആദരവും കയ്യടിയും ദൈവത്തിൻ്റെതും കൂടെ നമുക്ക് ലഭിക്കില്ല. സോ അതുകൊണ്ട് ഈ നോമ്പ് നാളുകൾ രഹസ്യമായ നന്മകൾ ചെയ്യാൻ, സ്വകാര്യമായി നല്ലവരാകാൻ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള തത്രപ്പാടില്ലാതെ നമ്മൾ ചെയ്യേണ്ട നന്മകൾ അത് മറ്റേ ആരെയും അറിയിക്കാതെ സ്വകാര്യമായി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ, അത് വിതരണം ചെയ്യാൻ ഈ നോമ്പ് നാളുകൾ നമ്മളെ ഇടയാക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിലൂടെ സഭയോട് ആഹ്വാനം ചെയ്യുന്നത് ഇതാണ്. ലെറ്റ് us be secretly good. Let us do our act of justice in secret, not for public acceptance, not for fame, not for popularity.
not for world's appreciations or acknowledgement, but to please God and to get divine blessings in our lives. നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിൽ നമ്മൾ സ്വകാര്യമായി രഹസ്യമായി നല്ലവരായി തീരാനും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ, നന്മയുടെ പ്രവർത്തനങ്ങൾ മറ്റാരെയും അറിയിക്കാതെ രഹസ്യമായി ചെയ്യാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നമ്മളെ ഒരുക്കട്ടെ. നോമ്പ് നാളുകൾ അത്തരത്തിലുള്ള രഹസ്യത്തിലുള്ള നന്മയുടെ, നീതിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് സഭയെയും നമ്മെ ഓരോരുത്തരെയും സജ്ജീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ സന്ധ്യയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ നോമ്പ് നാളുകളിലെ രണ്ടാമത്തെ ബുധനാഴ്ച പ്രാർത്ഥനയിലായിരിക്കാൻ നീ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ പലപ്പോഴും ഞങ്ങൾ അവഗണിച്ച് കളയുന്ന, ഞങ്ങൾ പരിഗണിക്കാത്ത ആത്മീയമായ വശങ്ങളെ പരിഗണിക്കുവാനും, കർത്താവെ, ചുറ്റുപാടുകൾക്ക് നന്മ ചെയ്യുന്നവരായിരിക്കാനും, ഞങ്ങളുടെ നന്മ പ്രവൃത്തികൾ അതൊരു നീതി പ്രവൃത്തികളായിരിക്കാനും, ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീതിയിലേക്കുള്ള വഴിയായി തീരുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ ചെയ്യുന്നത് പലതും ലോകത്തിന്റെ പ്രശംസയ്ക്ക് വേണ്ടിയിട്ടും പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടുമാണ്. എന്നാൽ അങ്ങ് ഞങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാത്ത വിധം രഹസ്യമായി, കർത്താവെ, രഹസ്യത്തിൽ ഞങ്ങളെ അറിയുന്ന, കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന തരത്തിൽ ചെയ്യുവാൻ സഹായിക്കണം. ഞങ്ങൾ രഹസ്യമായി, സ്വകാര്യമായി വിശുദ്ധരായി തീരുവാനും, നന്മയുള്ളവരായി തീരുവാനും, കർത്താവെ, നല്ല മനുഷ്യരായി തീരുവാനും ഇടയാക്കണമേ. ഞങ്ങളുടെ ഈ നോമ്പ് നാളുകൾ അത്തരത്തിൽ ഞങ്ങളുടെ സ്വകാര്യ നന്മകൾ ആഘോഷിക്കുന്നവരായി തീരുവാൻ ഇടയാക്കണം. കർത്താവെ, എന്ന പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാ മക്കളെയും അവരുടെ ആവശ്യങ്ങളെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. ഭാരങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അവരുടെ ദുഃഖങ്ങളിൽ, അവരുടെ സങ്കടങ്ങളിൽ അവിടുന്ന് സങ്കേതമായിരിക്കണമേ, ആശ്വാസമായിരിക്കണമേ. അവരുടെ അലട്ടുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിപ്പാൻ നീ അവരെ സഹായിക്കണമേ. കർത്താവെ, എന്തായിരുന്നാലും, ശാരീരികമായ അസുഖങ്ങളായിരുന്നാലും, മനോവിഷമങ്ങളായിരുന്നാലും, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആവലാതികളായിരുന്നാലും, കർത്താവെ, അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിപ്പാൻ ദൈവമേ, നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ നോമ്പ് നാളുകൾ ഞങ്ങളൊക്കെ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുവാനും, കൂടുതൽ ജീവിത നിർമ്മലതയുള്ളവരായി തീരുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലത് ചിന്തിപ്പാൻ, നന്മയുടെ വഴിയിൽ ജീവിപ്പാൻ, ഞങ്ങളുടെ സൗഹൃദങ്ങളൊക്കെ വിശുദ്ധമായിരിക്കാൻ, നിർമ്മലമായിരിക്കാൻ ഇടയാക്കണം. ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെ എല്ലാവരെയും ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹിച്ച് വഴി നടത്തണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താർ, ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകും. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഓർത്തു പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, വിട്ടുപോയ വിഷയങ്ങളോടും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും വസിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രാർത്ഥനയിൽ സംബന്ധിച്ച നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ സഭയുടെ ലെയ്റ്റി ഫെലോഷിപ്പാണ്. പ്രത്യേകിച്ച്
ലൈറ്റി ഫെലോഷിപ്പിനെ റെപ്രസെന്റ് ചെയ്ത് പാട്ട് പാടിയ ബാബുങ്ങളിനോടും സങ്കീർത്തനം വായിച്ച സൂസൻ ആന്റിയോടും മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച ജിജിയോടുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത ബുധനാഴ്ചയും വൈകിട്ട് 7:30 മണിക്ക് നോമ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പതിവ് പോലെയുള്ള ഓൺലൈൻ ഫ്രൈഡേ പ്രയർ ഉണ്ടാവും. രാവിലെ ഞായറാഴ്ച നമ്മുടെ വിമൻസ് ഫെലോഷിപ്പ് സൺഡേ ആണല്ലോ. നിങ്ങളെല്ലാവരെയും അതിന്റെ ശുശ്രൂഷയ്ക്കായിട്ടും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് വീക്കെൻഡ്. താങ്ക് യു.